ചില വയനാട് തുരങ്കപാതയിൽ ഉണ്ടായിട്ടുള്ള വലിയ അപകടം കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതലും പുറത്തേക്ക് വരുന്നൊരു വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ്റെ ചില വാക്കുകളാണ്. മാധ്യമങ്ങൾ കൊടുത്ത ഒരു ബൈറ്റിലെ വാക്കുകളാണ്. ഇത് പഠനം നടത്തിയിട്ടേ മുന്നോട്ട് പോകാവൂ എന്ന് പറയുന്നൊരു സാഹചര്യം. യഥാർത്ഥത്തിൽ പഠനം നടത്താതെയാണോ ഈ കഴിഞ്ഞ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പഠനം നടത്താനായിട്ട് ഇത് കഴിഞ്ഞ സർക്കാരിനെ, പിണറായി വിജയൻ സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തി പോയിട്ട് കാര്യമൊന്നുമില്ല. ഇതിന് പാരിസ്ഥിതിക അനുമതി കൊടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സ്വാഭാവികമായിട്ടും ഒരു കൃത്യമായ പഠനത്തിന് ശേഷമായിരിക്കാം പാരിസ്ഥിതിക അനുമതി കൊടുക്കും. ചുമ്മാതെ പാരിസ്ഥിതിക അനുമതി 4 മരണങ്ങൾ നടന്നു. ആര് ഉത്തരവാദിത്വം? സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ ഉണ്ട്. വളരെ സങ്കടകരമാണ്, ദുഃഖകരമാണ്. കേരള സമൂഹം ഒഴിവിച്ച് രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് നിൽക്കേണ്ടുന്ന സംഭവം തന്നെയാണ്. എങ്കിലും നമ്മളിതിന്റെ ഫാക്റ്റിലേക്ക് പോകണം. വി.ഡി. സതീശൻ പറഞ്ഞ പഠനം നടത്തണം എന്നുള്ളത്, രാഹുൽ പറഞ്ഞത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നടത്തിയ പ്രതികരണമാണെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം, ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയൊരു പ്രതികരണമുണ്ട്. വളരെ സങ്കടത്തോടുകൂടി അദ്ദേഹം പറഞ്ഞത് എല്ലാ പണികളും താൽക്കാലികമായി നിർത്തിവെക്കുക, തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിർത്തിവെച്ചിട്ട് കൃത്യമായ പഠനം നടത്തിയതിനു ശേഷം മാത്രമേ തുടങ്ങുള്ളൂ എന്നുള്ളതാണ്. ഇന്ന് CPI പറഞ്ഞിരിക്കുന്നതാണ്, തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് CPIക്ക് എതിർപ്പുണ്ടായിരുന്നു. തുരങ്കപാതയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നവർ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാകണം എന്ന് CPI പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണെന്ന് കോൺഗ്രസ് പറഞ്ഞത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ ആദ്യഘട്ടത്തിൽ വയനാട് എന്നുള്ള MLAയും മന്ത്രിയും വനംവകുപ്പ് മന്ത്രിയും ഒക്കെ ആയിരിക്കുന്ന ടി സിദ്ദിഖ് പറഞ്ഞത് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ്, അത് തന്നെയാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചത്. എന്നാൽ ഇന്ന് രാവിലെ ഈ കൊങ്കൺ റെയിൽ ഉദ്യോഗസ്ഥരും നിർമ്മാണ കമ്പനിയുടെ ഉദ്യോഗസ്ഥരും ദൃശ്യങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണല്ല, അവിടെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരിക്കുന്നു എന്നുള്ള, ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു. വയനാട്ടിൽ തുരങ്കപാത നിർമ്മാണത്തിന് മുകളിൽ ഈ പറയപ്പെടുന്ന ഉരുൾപൊട്ടൽ സംഭവിച്ചിരിക്കുന്നു എന്നതിലേക്ക് ദൃശ്യങ്ങളും റിപ്പോർട്ടുകളും മുന്നോട്ട് പോവുകയാണ്. സ്വാഭാവികമായും പശ്ചിമഘട്ടത്തെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അത് പാരിസ്ഥിതികമായുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഇപ്പം നമുക്ക് ഒരു സർക്കാർ ഒരു വികസന പ്രവർത്തനം കൊണ്ടുവന്നു, വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമായാൽ അത് വയനാട്ടിലെ മാത്രമല്ല കേരളത്തിൽ നിന്ന് വയനാട്ടിലേക്കും മറ്റിടങ്ങളിലേക്കും ഒക്കെ പോകുന്ന ആളുകൾക്ക് ഏറെ പ്രയോജനകരമായ ഒരു പാത തന്നെയാണ്. അവിടുത്തെ ട്രാഫിക് ബ്ലോക്കും നിയന്ത്രണങ്ങളും അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ടുന്ന ഒന്ന് തന്നെയാണ്. വയനാട് ചുരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഐതിഹ്യ കഥകൾ. വയനാട് ചുരം കാട്ടിക്കൊടുത്ത ഒരു പഴയ ആദിവാസി പ്രതിനിധിയുടെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ മിത്തുകളും ഒരുപാട് ദേവതാ സങ്കല്പങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കഥകളും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഓരോ മലയടിവാരങ്ങളും. ആ പശ്ചിമഘട്ടത്തിലെ ആ വലിയ പർവ്വത നിരയെ തുരന്നുകൊണ്ടാണ് ഇത് കടന്നു പോകുന്നത്. സ്വാഭാവികമായും ഈ മിഷനറീസ് ഏൽപ്പിക്കുന്ന, ഇനി എത്ര വലിയ അഡ്വാൻസ്ഡ് മോഡേൺ ടെക്നോളജി ആണെന്ന് പറഞ്ഞാൽ ഈ മിഷനുകൾ ഏൽപ്പിക്കുന്ന ആഘാതം അതിൻ്റെ മുകളിലേക്ക് പാറകളിലേക്ക് മണ്ണിലേക്ക് മേൽക്ക് വന്നു, അത് ഉരുൾപൊട്ടലിനും ഭൂചലനത്തിനും ഒക്കെ കാരണമാകുമെന്ന് കൃത്യമായ തെളിവാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നത്. പ്രകൃതിയെ എത്രമാത്രം ചൂഷണം ചെയ്യുന്നു മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രകൃതി പ്രതികരിക്കും. ഇന്നലെ ഒന്നും അറിയാത്ത 5 ജീവനുകളാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. ഈ 4 ജീവന് അല്ലെങ്കിൽ 5 ജീവനുകൾക്ക് ആര് ഉത്തരവാദിത്വം പറയും? ആരുടെ നിർബന്ധപ്രകാരമായിരുന്നു ഇത്രയും വേഗം ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയത്? ഇപ്പോൾ CPI തന്നെ പറഞ്ഞു ഞങ്ങൾക്കിതിൽ എതിർപ്പുണ്ടായിരുന്നു, ഞങ്ങളുടെ ഭാഗം കേൾക്കാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം. അപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ഈ പദ്ധതിയുമായിട്ട് പോയതിൽ എന്തൊക്കെയോ ദുരൂഹതകളില്ല. നോക്കൂ, ഇതൊരു 4-5 ജീവനുകൾ നഷ്ടപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ആ ആംഗിളിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോകാത്തത്. രാഷ്ട്രീയപരമായി ആരോപിക്കാനാണെങ്കിൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കാൻ സാധിക്കും. പിണറായി വിജയനുമായി ബന്ധപ്പെടുത്തി 10 വർഷക്കാലം അധികാരത്തിലിരുന്ന പിണറായി വിജയൻ സർക്കാരിനെ എടുത്തു കാണിക്കത്തക്ക തരത്തിൽ യാതൊരുവിധമായ വികസന പ്രവർത്തനങ്ങളും നാളുകളിൽ ചൂണ്ടിക്കാണിക്കാനില്ല. അപ്പോൾ സ്വാഭാവികമായും അവസാന ഘട്ടത്തിൽ ഇത്രയും വലിയൊരു പ്രൊജക്ട് വരുമ്പോൾ അതിൻ്റെ തുടക്കക്കാർ ഞങ്ങളാണ് എന്ന് കാണിക്കാനുള്ളൊരു ധൃതി പിണറായി വിജയനും സംഘത്തിനും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു മരണം നടന്ന ദുരന്തഭൂമിയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയം പറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അത് മിണ്ടാതിരിക്കുന്നത്. രാഹുൽ വീണ്ടും ആ പോയിന്റിലേക്ക് കുത്തി ചെല്ലുമ്പോഴാണ് ഇത് നമ്മൾക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വലിയ ചർച്ച നടന്ന വിഷയമാണ് ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം. ഇപ്പോൾ സ്പീക്കർ തന്നെ നേരിട്ട് അതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ അന്വേഷണത്തിലേക്ക് പോവുകയാണ്. കാരണം നിയമസഭയിലേക്ക് തന്നെ ഒരു ഡിജിറ്റൽ ഉപകരണങ്ങൾ ഒരു ലോറിയിൽ കൊണ്ടുവരുന്നു, ഇത് പരിശോധിക്കണമെന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥരുടെ മേൽ പ്രഷർ ചെലുത്തി അത് സ്റ്റോക്ക് റൂമിലേക്ക് വെപ്പിക്കുന്നു. അങ്ങനെ സ്പീക്കർ തന്നെ നേരിട്ടിടപെട്ട് വലിയ രീതിയിലുള്ള അഴിമതി അവിടെ നടത്തിയെന്നുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തുവരുന്ന സാഹചര്യമാണ്. 10 വർഷം കൊണ്ട് ഊരാളുങ്ങളിലേക്കുള്ള പല സൊസൈറ്റികളും ഇന്ന് വലിയ വമ്പൻ സ്ഥാപനങ്ങളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളില്ലേ? അല്ല, സ്വാഭാവികമായും അത്തരത്തിൽ ദുരൂഹതകളും ഇത്തരം ആക്ഷേപങ്ങളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അന്വേഷണം വേണം. ആരോപണങ്ങളിൽ മാത്രം നിന്നുകൊണ്ട് ചർച്ച ചെയ്യാൻ നമ്മൾ CPM-കാരല്ലല്ലോ.
ആരോപണം ഉന്നയിച്ച ഒരാളെ മാറ്റി നിർത്താൻ നമ്മൾ CPM കാരല്ല. അപ്പോൾ സ്വാഭാവികമായും ഈ ആരോപണങ്ങളിൽ മേൽ ചർച്ച നടക്കണം, ആരോപണങ്ങളിൽ അന്വേഷണം നടക്കണം, അന്വേഷണത്തിൻ്റെ ഒടുക്കം ഇത് എത്തുക തന്നെ വേണം. നമുക്ക് ഒരുപക്ഷെ ഈ ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത് നിയമപരമായി എല്ലാ പേപ്പറുകളും വാങ്ങിച്ച് ഇതിനുള്ള അവകാശങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ടാണ്. ഈ അഴിമതികൾ 2 തരത്തിൽ നടത്താം, ലീഗലായി നടത്താം, ഇല്ലീഗലായി നടത്താം. അല്ല, ഇതിൽ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ 1 ദിവസം കൊണ്ട് തന്നെ അത് ക്ലിയർ ആക്കി കൊടുക്കും. ബാക്കിയുള്ളവരുടേത് 2-3 മാസം ചുമന്ന നൂലിൽ കെട്ടിക്കിടക്കുമ്പോൾ ഇത് മാത്രം എങ്ങനെ പോകുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ചെയ്യേണ്ടത് അത് ഇതിനൊരു പോസിറ്റിവിറ്റി നമ്മൾ കാണണം. ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റിയുടെ കാര്യങ്ങൾ 1 ദിവസം കൊണ്ട് നടത്തി കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെയും ആ 1 ദിവസം കൊണ്ട് സാധിക്കുന്നതേ ഉള്ളൂ. ആ സാധിച്ചു കൊടുക്കുന്ന അവസ്ഥയില്ല. അല്ലെങ്കിൽ ഊരാളുകളുടെ 20 ദിവസം താമസിപ്പിക്കണം എന്നല്ല, ബാക്കിയുള്ളവരുടെ ഫയലുകളും അത്രയും സ്പീഡിൽ നടക്കാനുള്ള സംവിധാനം സിസ്റ്റം കറക്റ്റ് ചെയ്യണം സാർ. ആ സിസ്റ്റം കറക്റ്റ് ചെയ്യണം. ഇനി എന്തായിരിക്കും ഈ തുരങ്കപാതയുടെ? എനിക്ക് തോന്നുന്നില്ല ഈ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് താല്പര്യമുണ്ടാകും. ഇതൊരു വലിയ ദുരന്തത്തിലേക്ക് വഴിതെളിക്കും. ഞാൻ കൃത്യമായി പറയുന്നു, ഈ വയനാട് മലനിരകൾ തുരന്നുകൊണ്ടുണ്ടാക്കാൻ പോകുന്ന ഈ ദുരന്തം, ഈ പറയപ്പെടുന്ന പാത, തുരങ്കപാത, ഇത് വലിയ ഒരു ദുരന്തത്തിലേക്ക് വഴിതെളിക്കാനുള്ള സാഹചര്യമായി മാറും. അവിടെ പ്രകൃതി ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള വലിയ പാറ ഖനന ഭൂമികളുണ്ട്. ഇതെല്ലാം ആ പശ്ചിമഘട്ടത്തെ ഏൽപ്പിക്കുന്ന വല്ലാത്തൊരു വൈബ്രേഷൻ ഉണ്ട്. ഒരു ഭാഗം മാത്രം ഒന്ന് അനങ്ങിയപ്പോൾ നമ്മൾ കണ്ടതാണ്. അതിലെ ചർച്ചകളും അഴിമതി കഥകളും ഒന്നും ഇപ്പോഴും തീർന്നിട്ടില്ല, ദുരന്തത്തെക്കാൾ വലുതായിട്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെയൊക്കെ പരിണിതഫലം അനുഭവിക്കാൻ പോകുന്നത് പാവപ്പെട്ട വയനാട്ടുകാരാണ്. അതിലേക്ക് കൊണ്ടുപോകാൻ VD സതീശൻ സർക്കാർ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വയനാട് എന്ന് പറയുന്ന ഒരു ജില്ല തന്നെ ഇല്ലാതായി പോകുന്നു. അല്ല, അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ രാഹുൽ. സ്വാഭാവികമായും ഇന്ന് പഠനം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പഠനത്തിന്മേൽ ഈ പാത കൊണ്ട് മനുഷ്യജീവന്, ഒരു നാടിന് ആപത്താണെന്ന് കണ്ടാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കടുംപിടുത്തം പിടിക്കത്തക്ക രീതിയിലുള്ളൊരു സർക്കാരല്ല. ജനങ്ങളെ മനസ്സിലാക്കുന്ന, ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഈ പറയപ്പെടുന്ന സംരക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണ് കേരള ഭരിക്കുന്നത്. അതേ തരത്തിലേക്കൊക്കെ തന്നെ ഇത് പോകും എന്നുള്ളതാണ്.